198-നെതിരെ 269 വോട്ടുകൾക്കാണ് ബിൽ അവതരിപ്പിക്കാൻ ലോക്സഭ അനുമതി നൽകിയത്. അവതരണത്തിന് അനുമതി തേടിയപ്പോൾ പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ലോക്സഭയ്ക്കൊപ്പം എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭേദഗതി ബില്ലുകളാണ് അവതരിപ്പിച്ചത്. 4 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യുന്ന 129 ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചത്. For leave to introduce the Union Territories Laws Amendment Bill 2024, further to amend the Government of Union Territories Act 1963, the Government of National Capital Territory of Delhi Act 1991, and the Jammu and Kashmir Reorganization Act 2019. ബില്ല് സംസ്ഥാന നിയമസഭകളെ പാർലമെന്റിന് കീഴിൽ കൊണ്ടുവരുന്നതാണെന്ന് അവതരണത്തെ എതിർത്ത് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിധികളില്ലാത്ത അധികാരം നൽകുന്നു. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ബിൽ, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഫെഡറലിസം ഓഫ് आवर നേഷൻ ആൻഡ് വി ആർ ഒപ്പോസിംഗ് ദ ബിൽ. എന്നാൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് നിയമമന്ത്രി ആരോപിച്ചു. ബില്ലുകൾക്ക് അംഗീകാരം നൽകിയ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശാല സമവായത്തിന് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു. JPC വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. इसको JPC को दे देना चाहिए. जब ये संविधान सुधार का विधेयक, संवैधानिक संशोधन जब कैबिनेट में चर्चा में आया, तब प्रधानमंत्री जी ने स्वयं मनसा व्यक्त करी थी कि इसको JPC को देना चाहिए. इस पर विस्तृत चर्चा सभी स्तर पर होनी चाहिए. അതേസമയം JPCക്ക് ബില്ലുകൾ വിട്ടുകൊണ്ടുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചില്ല. സമിതിയിലെ അംഗങ്ങളെ തീരുമാനിച്ച ശേഷം ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കും. രണ്ടാം ഘട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലുകൾ സർക്കാർ കൊണ്ടുവരും. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി ബില്ലുകൾ സർക്കാർ കൊണ്ടുവന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.